കേരളക്കരയിൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന നന്മ നിറഞ്ഞ മലയാളികൾക്കായി എൻ്റെ ചെറിയൊരു വിരുന്ന് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. മിമിക്രി എവിടെയുണ്ടെങ്കിലും നടന്മാരുടെ ശബ്ദങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കുറച്ചു താരങ്ങളെ ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നു. അതിൽ മലയാളത്തിൽ താരങ്ങൾ അവതരിപ്പിച്ച ചില വ്യത്യസ്തമായ ശബ്ദങ്ങളുടെ വ്യത്യാസമാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. മലയാള സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ചില വ്യത്യസ്തമായ കഥാപാത്രങ്ങളുടെ ശബ്ദങ്ങളാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. വാറുണ്ണി എന്ന കഥാപാത്രം നമുക്കൊരിക്കലും മലയാളികൾക്ക് മറക്കാൻ പറ്റില്ല. അതിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം ഞാൻ അനുകരിക്കുന്നു. അച്ചോ, എനിക്കൊന്ന് കുമ്പസരിക്കണം അച്ചോ. ഞാൻ ഒറ്റത്തുള്ളി കുടിച്ചിട്ടില്ല അച്ചോ. വേറെ വെളുക്കാത്ത ഞാൻ ചങ്കൂട്ടി ചത്തു അച്ചോ. തോമസ് ഊട്ടി ചത്തതല്ല അച്ചോ, ഞാൻ കൊന്നതാ. മനസ്സിന്ന് നേരാ അച്ഛൻ പോലീസ് പറഞ്ഞു. എന്നാലും മനസ്സമാധാനം കിട്ടുന്നില്ല അച്ചോ. മമ്മൂട്ടി അവതരിപ്പിച്ച മറ്റൊരു വ്യത്യസ്തമായ കഥാപാത്രം നിറക്കൂട്ട് എന്ന സിനിമയിൽ സാക്ഷാൽ രവിവർമ്മ എന്ന കഥാപാത്രം അനശ്വരമാക്കിയിട്ടുണ്ട്. അത് ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ മേഴ്സിയെ ഞാനല്ല കൊന്നത്. അവൾ എത്ര തെറ്റ് ചെയ്താലും എനിക്കൊരിക്കലും അവളെ കൊല്ലാൻ കഴിയുന്നില്ല. ഈ ലോകത്ത് ഞാൻ ആരെയും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മേഴ്സി മാത്രമായിരുന്നു. എനിക്കവൾ ജീവനായിരുന്നു. എന്റെ മോളായിരുന്നു മേഴ്സി. എന്റെ ഭാര്യയായിരുന്നു മേഴ്സി. എന്റെ അമ്മയായിരുന്നു മേഴ്സി. മേഴ്സി എനിക്കെല്ലാമായിരുന്നു. മേഴ്സി എനിക്കെല്ലാമായിരുന്നു. എൻ്റെ എല്ലാമായിരുന്നു മേഴ്സി. എൻ്റെ എല്ലാമായിരുന്നു മേഴ്സി. എൻ്റെ എല്ലാമായിരുന്നു മേഴ്സി. മമ്മൂട്ടി അവതരിപ്പിച്ച മറ്റൊരു കഥാപാത്രം ഞാൻ അവതരിപ്പിക്കുന്നു. നിർത്തട ഇരപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം ഒരു രോമത്തിന്റെ വില പോലുമില്ല എനിക്ക്. നന്ദകുമാരാക്കി വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിൽ കുറെ ക്ലാപ്പന്മാർ വിചാരിച്ചത് പോലും നടന്നിട്ടില്ല. നാസിക്കിൽ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസുണ്ടല്ലോ, കമ്മട്ടം. അത് മൊത്തം എടുത്ത് തുലാഭാരം നടത്തിയാലും മാറാറ് തട്ട് താണ് തന്നെ ഇരിക്കും. പിന്നെ പൂവൾ ഇന്ദുവിന്റെ കേസ് മാറാറിനെ ബാധിക്കും എന്ന് മാത്രമല്ല, അവരെ പുഷ്പം പോലെ പൊക്കിയെടുത്തിട്ട് വരികയും ചെയ്യും. ഇനി എന്റെ മക്കൾ മൂട്ടിൽ പൊടിയും തട്ടി പോയട്ടെ. പോ 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 പോ. മലയാള സിനിമയിലെ സുരേഷ് ഗോപി, ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി അവതരിപ്പിച്ച വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ. നമുക്കറിയാം സുരേഷ് ഗോപിയുടെ പഴയകാല ശബ്ദം, ആ 20-ാം നൂറ്റാണ്ട് എന്ന സിനിമയുടെ കാലഘട്ടത്തിലുള്ള ശബ്ദം കുറച്ച് വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ് പത്രം എന്ന സിനിമയിൽ എത്തുമ്പോഴേക്കും സുരേഷ് ഗോപിയുടെ ശബ്ദത്തിന് വ്യത്യാസമുണ്ട്. ഞാനത് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായി 20-ാം നൂറ്റാണ്ട്. എന്തുണ്ടായിരുന്നു സ്വന്തം എന്ന് പറയാൻ? 5 സെന്റ് സ്ഥലവും ഒരു ഓലപ്പരയല്ലാതെ ഇഞ്ചേക്കാട്ട് LP സ്കൂളിലെ കേവലൊരു വാദ്യാർക്ക് ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആവേണ്ടി വന്നപ്പോ ഇതൊക്കെ സഹിക്കണമെന്ന് അറിയാൻ പാടില്ലായിരുന്നോ? അന്ന് ഈ ശങ്കരൻകുട്ടി വേണമായിരുന്നു. എന്നിട്ട് ഇപ്പോ അത് കഴിഞ്ഞ് പത്രം എന്ന സിനിമയിൽ അദ്ദേഹം എത്തുമ്പോഴുള്ള ശബ്ദത്തിന്റെ വ്യത്യാസം. മക്കളെ നെഞ്ചോടടുക്കി പിടിച്ചും മന്ത്രിപൂങ്കന്മാരുടെ സഞ്ചാര പദങ്ങളിലും ജില്ലാ കളക്ടർമാരടക്കമുള്ള തുക്കടി സാഹിബിന്റെ ബംഗ്ലാവ് പഠിക്കലും ചെന്ന് ഒരിറ്റു ദാഹജലത്തിന് വേണ്ടി കേഴുന്ന നിരാലംബരായ അമ്മമാരുടെ കണ്ണീരിന്റെ കഥയാവണം വാർത്ത. സോമേശ്വർ കുരുവിത്തടം ഔതക്കുട്ടി ചായന്റെ നേർ പെങ്ങടെ കഴുത്തിൽ അബദ്ധത്തിൽ മിന്നു കെട്ടിപ്പോയെന്നുള്ളതും വലിയ വലിയ ഏമാമാർക്കിടയിൽ അങ്ങ് വരെ കയറി ചെന്ന് കാശ് സമ്പാദിക്കൽ മാത്രമാവരുത് ജീവിതം. മലയാള സിനിമയിലെ സിദ്ദീഖ്, അദ്ദേഹത്തിന്റെ 2 വ്യത്യസ്ത ശബ്ദങ്ങൾ ഞാൻ അനുകരിക്കുന്നു. രാവണപ്രഭു എന്ന സിനിമയിലെ സിദ്ദീഖിന്റെ ശബ്ദം. നീ ഭയങ്കര ഗ്ലാമർ ആയിരുന്നല്ലേ പഠിക്കുന്ന കാലത്ത്. എന്റെ വുഡ്ബി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഗ്ലാമറിന് വലിയ കുറവൊന്നുമില്ല. പക്ഷേ നീ നല്ല ആമ്പിൾമാരുടെ കയ്യിൽ നിന്ന് അടിമേടിച്ചിട്ടില്ല. അതിന്റെ കേടാ നിനക്ക്. ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്നു ഞാൻ 4 കൊല്ലം. അന്ന് ബോക്സിംഗിന് കിട്ടിയ കപ്പിരിപ്പുണ്ട് വീട്ടില്. കാണു നിനക്ക്. നോക്കി നിൽക്കാതെ നല്ല ഇടികിട്ടാതെ പോടാ. എന്നാൽ സിദ്ദീഖിന്റെ പഴയ ശബ്ദം നമ്മൾക്ക് മറക്കാൻ പറ്റില്ല. രാമോദ്ര, നീ അവളോട് കാണിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിന്നെ തടയാൻ പറ്റും. നമ്മുടെ കൈ ഞാൻ വെട്ടും. അതല്ല, മറിച്ച് അവളെ പ്രേമിക്കുന്നില്ലെങ്കിൽ വെട്ടി എറിഞ്ഞ് തെരുവിലെ പട്ടിക്കിട്ട് കൊടുക്കും. അയ്യോ, അവന്റെ മസിൽ കണ്ട എനിക്കെന്തോ പേടിയാവുന്നു. മാറിക്കടാ എടാ പൊക്കുട്ടാ. മലയാള സിനിമയിലെ വില്ലൻ വേഷങ്ങൾ ചെയ്യുന്ന ഭീമൻ രഘു, അദ്ദേഹത്തിന്റെ പഴയ ശബ്ദം നമ്മൾക്ക് മറക്കാൻ പറ്റില്ല. പഴയ ആ ശബ്ദം. കഴിഞ്ഞാഴ്ച തൃശ്ശൂർ രാമകാലത്ത് വെച്ച് ഞാൻ അവരെ കണ്ടിരുന്നു. രവി അവൻ എന്നെ കണ്ടവടെ ഉണ്ടാക്കിയൊരു ചോദ്യം. എന്താണ് മിസ്റ്റർ ശങ്കരാരായണൻ, നമുക്കൊരു ട്രാൻസ്ഫർ കേസ് ഉണ്ടല്ലോ, എന്താ അതിൽ ഓർഡർ എടുക്കേണ്ടത്? ഈ പണ്ട് ഡാഷ് മോനെ അങ്ങ് പാറശാല വിക്ടോറിയ കോളേജ് മുതൽ പാലക്കാട് വരെ ഓടിച്ച് തള്ളിയതാ. അവനാ എൻ്റെ അടുത്ത് ഈ കളി. മാറിക്കടാ പുല്ലേ. എന്നാൽ ഭീമൻ രഘു ഇപ്പോൾ കോമഡി വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലെ ശബ്ദത്തിന്റെ വ്യത്യാസം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. നീയൊക്കെ പഴയകാല വില്ലന്മാരെ പുച്ഛമാണല്ലേ. അളിയോ,
അളിയ ഈ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന ഞങ്ങളൊക്കെ കൊട്ടാരത്തിന് വെളിയിലും അളിയനെ അന്തപ്പെടുത്തും. അളിയ ചതിക്കല്ലേ. മലയാള സിനിമയിലെ ഒരുപാട് വില്ലൻ വേഷങ്ങൾ ചെയ്ത ഒരു താരമാണ് ജനാർദ്ദനൻ. നമുക്കറിയുന്ന ശബ്ദം ഓ എന്റെ കർത്താവേ, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, തന്നോട് ഞാനൊരു കാര്യം പറഞ്ഞപ്പോ നീ എന്തിനാടാ നീ എന്റെ കാലടിക്ക് പൊളിക്കാൻ പെട്ടത്? എടാ, നീ തങ്കപ്പൻ അല്ലടാ, പൊന്നപ്പനാ, പൊന്നപ്പൻ. അയ്യോ, തങ്കപ്പനും പൊന്നപ്പനും നീ തന്നെയാടാ. എന്നാൽ ജനാർദ്ദൻ ചേട്ടന്റെ പഴയ ശബ്ദം നമുക്കറിയാം വില്ലൻ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. മിസ്റ്റർ തോമസ്, ലക്ഷക്കണക്കിന് വിലയുള്ള സ്വത്തുക്കളാണ് അവൻ കാരണം നമുക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അവനങ്ങ് കൊന്നുകളഞ്ഞേക്ക്. നാളെ നേരം വെളുക്കുമ്പോൾ അവന്റെ കഴുത്തിൽ തലയുണ്ടാവാൻ പാടില്ല. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. മലയാള സിനിമയിലെ 2 ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളാണ് ഷമ്മി തിലകൻ, ശോഭി തിലകൻ. രണ്ടുപേരുടെയും ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാനത് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായി ഷമ്മി തിലകൻ. സക്കീർ ഭായ്, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം. എന്നെ, അരുൺ നായിക്കനെ, ദേവദേവ നമ്പ്യാറെ, ആരെ വേണമെങ്കിലും, എനിബഡി യു ക്യാൻ കിൽ. ഒരൊറ്റയാന്റെ ഡിറ്റർമിനേഷൻ മതിയാവും കൊന്നു വീഴ്ത്താം ഏത് അധോലോക രാജാവിനെയും. കോൾ സക്കീർ അലി ഹുസൈൻ. ഒരിക്കൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സക്കീർ അലി. അത് ഒരുപാട് തവണ നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ യു ആർ വെരി വീക്ക്. ഹാജി മുസ്തഫയുടെ ജീവനെടുക്കാൻ അരുണും ഡേഡിയും ഞാനും റെഡ്ഡി ബ്രദേഴ്സും ചേർന്ന് നെറികേടിന്റെ ഒരു ലീഗ് ഉണ്ടാക്കിയ പിന്നെ തറുതീർത്താളെ കൈക്കെടുത്തൊന്നും ഉണ്ടാവില്ല സക്കീർ അലിക്ക്. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതിയിരിക്കാൻ പറ്റുമോ സക്കീർ ഭായ്? എന്താ പറ്റോ? കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ അലിക്ക്? കൂടെ നിൽക്കുന്നവരെ കുതുകാലം എത്താൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായ്. ബട്ട് ഐ ക്യാൻ. കൂട്ടിക്കൊടുക്കാം, കുതുകാലം എത്താം, അങ്ങനെ എന്തും. ഈ സൂര്യന് ചുവട്ടില് എന്ത് നെറികേടിനും ആവാം ബലരാമന്. വരട്ടെ സക്കീർ അലി ഹുസൈൻ. എന്നാൽ ശോഭി തിലകന്റെ ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്കറിയാം ബാലേട്ടൻ എന്ന സിനിമയിൽ റിയാസ് ഖാന് കൊടുത്ത ആ ശബ്ദം. ഇപ്പോൾ നിന്റെ ആത്മാർത്ഥ സൂത്രങ്ങൾ നിന്നോടൊന്ന് ചോദിച്ചു. ഇതുപോലെ നീ ഉണ്ടാക്കിയെടുത്ത വേരുകളൊക്കെയും ഓരോന്നോരോന്നായി അറുത്ത് കളിഞ്ഞാൻ ഒരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞു, എന്റെ മണ്ണിൽ കാല് ഉത്തരുതെന്ന്. അത് കാരണം നീ അവറ്റകളെ വേരോടെ പിഴുതെടുത്ത് ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് വെച്ചു പിടിപ്പിച്ചു. ഒരു തരം റീപ്ലാന്റേഷൻ. അവർ ഇപ്പോൾ സുഖമായി താമസിക്കുന്ന ആ വീടിന്റെ വാടക ഞാൻ അറിഞ്ഞു. പെർ മന്ത് 2000 rupees ഓൺലി. എനിക്കതിന്റെ പകുതി മതി. 22 വർഷത്തെ എന്റെ പുരയിടത്തിന്റെ വാടക അതേതാണ്ട് ഒരു 3-3 ലക്ഷം രൂപ വരും. അതിങ്ങ് തന്നേക്ക്. ഇന്നു വേണ്ട, ഈ വരുന്ന 25-ാം തീയതിക്കകം. ഐ മീൻ, നീ നിശ്ചയിച്ചുറപ്പിച്ച നിന്റെ അനിയത്തി അംബികയുടെ വിവാഹ ദിവസത്തിനാകം. അതല്ലെങ്കിൽ അവളെ വിവാഹം നമ്മൾ രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് നടത്തേണ്ടി വരും. പിതൃസ്ഥാനത്ത് നീയും വരനായി ഞാനും. നിന്റെ അതിബുദ്ധിയിൽ അതിന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ. മലയാള സിനിമയിലെ ചേട്ടൻ അനുജന്മാരാണ് പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്. അവരുടെ ശബ്ദത്തിനുണ്ട് 2 സാമ്യതകൾ. ഞാനൊന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായി പൃഥ്വിരാജ്. ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രിക, നീ എന്നതാടി കരുതിയേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഈ രമണൻ അങ്ങ് കെട്ടിത്തൂങ്ങിക്കിടന്നാടുവന്നു. അത് പണ്ട്. ഇന്ന് ഈ കഴുത്തിലൊരു കുരുക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് നീ ഉണ്ടാകും മോളെ. ചാവാനാണെങ്കിൽ ഒരുമിച്ച്, മറിച്ച് ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്. എന്നാൽ ഇന്ദ്രജിത്തിന്റെ ശബ്ദം ചെറിയ വ്യത്യാസമുണ്ട്. സാർ, ഈ പറയുന്ന വാളയാർ അത്ര ഡീസന്റ് സ്ഥലമാണെങ്കിൽ കേരളത്തിലേക്ക് ഇത്രയും സ്പിരിറ്റ് ഒഴുകുക സാർ. പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ തമിഴ്നാട് ബോർഡർ, കേരളത്തിലെ പ്രധാന ചെക്ക് പോസ്റ്റ് ശങ്കര ഫാസ്റ്റ്, വിസ്തീർണം 6.8, ജനസംഖ്യ 16,000. ഈ വർഷം ചാർജ് ചെയ്യപ്പെട്ടത് 14 ക്രിമിനൽ കേസുകൾ, 250 പെറ്റി കേസുകൾ. ഇതല്ലേ സാർ വാളയാർ? മലയാള സിനിമയിലെ മറ്റൊരു വില്ലൻ കഥാപാത്രമായിരുന്നു ശ്രീ ബാബുരാജ്. അദ്ദേഹം സാൾട്ട് ആൻഡ് പെപ്പറിലൂടെ ഏറെ ശ്രദ്ധേയനായി. അദ്ദേഹത്തിന്റെ അതിലെ കഥാപാത്രം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ശശിയേട്ടാ, മല്ലിപ്പൊടി 100, മുളക് 1 കിലോ, 50 ഗ്രാം കടുക്. സാർ ഇത് നല്ല ആള് തന്നെ. സാർ ഇത് എത്ര ദിവസമായി ഇവിടുന്ന് പോയിട്ട്? മിനിഞ്ഞാന്ന് സാറ് വരുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നല്ല നാടൻ കോഴിക്കറി ഉണ്ടാക്കി വെച്ചിട്ടു. എന്നിട്ടോ സാറ് വന്നോ? ഇല്ല. ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ എടുത്തു കഴിച്ചു. അല്ലേലും കുടിയന്മാർക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലല്ല. മറ്റൊരു വില്ലൻ കഥാപാത്രമാണ് ശ്രീ സുരേഷ് കൃഷ്ണ. അദ്ദേഹത്തെ അനുകരിക്കുകയാണ്. സാറന്മാർ പഠിപ്പിക്കുമ്പോ കയ്യോ കാലോ തട്ടിന്നോ മുട്ടിന്നോ ഒക്കെ ഇരിക്കും. അത് വെച്ച് മറ്റേ അർത്ഥം കാണുന്നത് ഇവിടെ മനസ്സിലിപ്പോ വേറെ. അതുകൊണ്ടാ അതിന്റെ പേരിൽ പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ പോലും കാണാത്തുറതം വന്ന് മാപ്പ് കോപ്പെന്നൊക്കെ പറയുമ്പോ എന്റെ പട്ടി പറയും മാപ്പ്. സിനിമയിൽ ഇമോഷൻസിന് അഭിനയിക്കാൻ സംവിധായകന്മാർ സമ്മതിക്കാറില്ല. ഇപ്പോൾ നിങ്ങൾ സമ്മതിക്കുന്നില്ലേ? എല്ലാരും കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഞാനെന്ത് ചെയ്യാനാ? മറ്റൊരു കഥാപാത്രമാണ് ശ്രീ അനൂപ് ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ വോയിസിന് ചെറിയ വ്യത്യാസമുണ്ട്. അതൊന്ന് അനുകരിക്കുന്നു. അളിയ, അടുത്ത ആഴ്ച എക്കണോമിക്സർ സുഷമയുടെ കല്യാണമാണ്. കഴിഞ്ഞ 2.5 വർഷമായി ഞാൻ അവളെ പ്രേമിച്ചുകൊണ്ടിരിക്കാം. അവൾക്കത് അറിയോന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാലും എനിക്ക് അവളെ ഇഷ്ടമാ. മോനെ പായസേ, നീ അവളുടെ മുന്നിൽ വെച്ച് എന്നെ അതും ഇതും പറഞ്ഞ് നാറ്റിക്കരുതേ. മറ്റൊരു ന്യൂ ജനറേഷൻ താരങ്ങളാണ് ആസിഫ് അലി, ദുൽഖർ സൽമാൻ. അതിലെ ദുൽഖർ സൽമാൻ അനുകരിക്കുന്നു. എങ്ങനെ ഒപ്പത്തിന്റെ കഥ എന്തുള്ളൂ പപ്പ? ആ ഒരു ജോലി എന്നൊക്കെ പറഞ്ഞാൽ അതിന് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. മൈ ക്വസ്റ്റ്യൻ ഈസ് വേർ യു വാട്ട്? നിങ്ങൾക്ക് കിടക്കുന്ന ബില്ലൊക്കെ ഒന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയാ പോരെ? ഡുമ്മി ഉണ്ടായിരുന്നെങ്കിൽ നിജാതി വർത്താനം പറയൂ പപ്പ. ആസിഫ് അലി.
ആറ്റിങ്ങലാണോ വീട്? ആറ്റിങ്ങൽ HDFC ബാങ്കിൽ ജോലി ഒന്നും ഭാസ്കരൻ മേനോൻ അറിയോ? അതെയോ? ഹീസ് മൈ ക്ലോസ് ഫ്രണ്ട്. പ്രശ്നം ആ ഫ്രോഡിന്റെ മുമ്പിലാ. മൂപ്പോ ദോശ കഴിച്ചിട്ട് പോണ്ടേ? ദോശ